ഈ കാലഘട്ടത്തിൽ സഭ പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭയെ ഭരമേൽപ്പിച്ച കാവലാൾമാരായ നമ്മുടെ അഭിഷിക്തർക്ക് ഉത്തരവാദിത്തം കൂടുകയാണ്. എല്ലാ വിശ്വാസികളെയും നേരിട്ട് പോയി കണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കുക എന്നത് നല്ല ചിന്തയാണ്. പക്ഷേ എത്രത്തോളം അത് വിജയത്തിലെത്തും? എന്നാൽ എല്ലാവരും ഒന്നു ചേരുന്ന, ഒരുമിച്ച് പങ്കെടുക്കുന്ന ഞായറാഴ്ച ദിവസം കിട്ടുന്ന സമയം ദേവാലയത്തിൽ പറയേണ്ട, പങ്കുവെക്കേണ്ട, വ്യക്തമായി പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഫാദർ ലൂക്ക് പുതിർക്കിയിൽ പങ്കുവെക്കുന്നത് അഭിനന്ദനാർഹമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള വൈദികർ ഞായറാഴ്ച പ്രസംഗത്തിൽ തികച്ചും ബൈബിൾ വിശദീകരണവും വിവരണവുമായി പരമ്പരാഗത രീതിയിലുള്ള പ്രസംഗങ്ങൾ മാറ്റി പുതിയ തുറവിയിലേക്ക് വന്നേ മതിയാവൂ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ചരിത്രവും പുതിയ നിയമത്തിലെ ചില വാക്കുകളുടെ ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ പദങ്ങളൊക്കെ വിശദീകരിച്ചും ഉള്ള പ്രസംഗങ്ങളിലും മാറ്റം വരണം. മനുഷ്യജീവിതത്തോടും കാലഘട്ടത്തോടും ചേർന്ന വിഷയങ്ങൾ പ്രസംഗങ്ങളിൽ ഉണ്ടാവണം. ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം കുറയുകയും ക്രൈസ്തവ സംസ്കാരം ഈ നാട്ടിലും വിദേശത്തും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ വ്യാഖ്യാനിച്ച് പുതിയ ദിശാബോധം കൊടുക്കണം. പട്ടികജാതി, പട്ടികവർഗ, OBC തുടങ്ങിയ സംവരണ നിയമങ്ങളിലൂടെ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി പ്രസംഗിക്കണം. കേരളത്തിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിനെപ്പറ്റി അവബോധം കൊടുക്കണം. ക്രൈസ്തവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും പ്രതികരിക്കുവാനും പ്രതിഷേധിക്കാനും പഠിപ്പിക്കണം. ഭക്തിയേക്കാൾ മനചൈതന്യത്തിൻ്റെ തീഷ്ണത മനസ്സിലിട്ട് കൊടുക്കണം. ബൈബിളിലെ പ്രവാചകത്വത്തെയും ക്രിസ്തു പ്രകാശിപ്പിക്കേണ്ട പ്രവാചക ഭാഷയിൽ പ്രസംഗിക്കുവാൻ തയ്യാറാവണം. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടണ്ടെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ മൂലം ക്രൈസ്തവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെയും ക്ഷതങ്ങളെയും പറ്റി പ്രസംഗിക്കണം. സർക്കാർ മേഖലയിൽ ജോലി സമ്പാദിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടവകയിൽ ആർക്കെങ്കിലും സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലെങ്കിൽ ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവർക്ക് പങ്കുവെക്കുവാൻ പ്രസംഗിക്കണം. അവനവൻ്റെ ഭവനത്തിലേക്ക് ഒരു കാറെങ്കിലും കയറിപ്പോകാൻ വഴിയില്ലാത്തവർക്ക് വഴി കൊടുക്കുവാൻ നിരന്തരം പ്രസംഗിക്കണം. വീടും പരിസരവും, പ്രത്യേകിച്ച് ടോയ്ലറ്റും കിച്ചണും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന ആവശ്യത്തെപ്പറ്റി പ്രസംഗിക്കണം. ഇടവകയിൽ പണം മിച്ചമുണ്ടെങ്കിൽ അലങ്കാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും മുടക്കാതെ മിഷൻ പ്രദേശങ്ങളിൽ പള്ളി വയ്ക്കാനും ബൈബിൾ വിതരണം ചെയ്യുവാനും അത് കൊടുക്കണമെന്ന് ഉപദേശിക്കണം. സാമൂഹ്യ നീതിയെപ്പറ്റിയും സാമ്പത്തിക സമത്വത്തെപ്പറ്റിയും ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയക്കാർ കേരളത്തിലെ സാധാരണക്കാരോട് ചെയ്യുന്ന നീതിരാഹിത്യ പ്രസംഗ വിഷയമാക്കണം. ലോക പുരോഗതിക്കും വികസനത്തിനും സമാധാനത്തിനും ക്രൈസ്തവ സാന്നിധ്യവും സംസ്കാരവും ആവശ്യമാണെന്ന് പ്രസംഗിക്കണം. പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയ ഭക്താനുഷ്ഠാനങ്ങളുടെ നന്മകൾ വ്യക്തിയെ തന്നെ ഒതുങ്ങാതെ നമുക്കൊപ്പമുള്ളവരിലേക്ക് എത്തണമെന്ന് കൂടെ പറയണം. സഭകൾ പരസ്പരം ഐക്യപ്പെട്ട് ക്രൈസ്തവർ രാഷ്ട്രീയ ശക്തിയെ വരുന്നതിനെ പറ്റി പറയണം. വോട്ട് ബാങ്ക് ആകണം. അതുവഴി ബാർഗെയിനിങ് പവർ ഉണ്ടാക്കണം. പള്ളികളിൽ പഴയകാല സംഘടനാ പ്രവർത്തനങ്ങളെ മാത്രം ചുറ്റിപ്പറ്റി ക്രൈസ്തവ ജീവിതത്തെ തളച്ചിടരുതെന്ന് കൂടെ പറയണം. ധ്യാനമന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചല്ല, ഇടവക കേന്ദ്രീകരിച്ചുള്ള ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പ്രസംഗിക്കണം. എല്ലാ ഞായറാഴ്ചകളും ക്രിസ്തു പ്രേക്ഷിതത്വം ആവശ്യപ്പെടുന്നു എന്നും സഭ മിഷണറിയാണെന്നും ബോധ്യപ്പെടുത്തണം. പുരോഹിത സന്യസ്ത മാനവശേഷി ആവശ്യമുള്ളിടത്തേക്കെല്ലാം വീതിക്കപ്പെടണമെന്ന ചിന്ത നൽകണം. ലോകത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വളർച്ചയ്ക്കും ക്രൈസ്തവ സംസ്കാരം നൽകിയ സംഭാവനകളെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സന്ദേശം ഊന്നി കൃഷിക്കാരെ ജവാന്മാരോടൊപ്പം നിർത്തി വളർത്തണമെന്ന സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കണം. പരിസര ശുദ്ധിയെപ്പറ്റിയും പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയും അറിവ് കൊടുക്കണം. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളും സമൂഹങ്ങളും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രസംഗിക്കണം. ഒപ്പം അമിതമായ പ്രാദേശികവാദവും റീത്തുവാദവും ഒഴിവാക്കണം. ക്രിസ്തുഭക്തിയേക്കാൾ ക്രിസ്തീയ ഭക്തിക്ക് പ്രാധാന്യം നൽകി പ്രസംഗിക്കണം. നല്ല വാരികളും മാസികളും ഗ്രന്ഥങ്ങളും വായിക്കണമെന്ന് പറയുകയും നിർദ്ദേശിക്കുകയും വേണം. ഭക്തസംഘടനക്കാർ അമിതമായ കായിക കലാമത്സരങ്ങൾ നടത്തി അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കണം. കഞ്ഞി നേർച്ച, ഊട്ടുനേർച്ച തുടങ്ങിയ കർമാനുഷ്ഠാന ഭക്താനുഷ്ഠാന കാര്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് പറയാതിരിക്കുവാനും ശ്രദ്ധിക്കണം.